സ്വർഗത്തിലെ സമ്പത്തും ഭൂമിയിലെ നഷ്ടവും. എബ്രായ ലേഖനം 10-ാം അധ്യായം 34-ാം വാക്യം. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന സമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ഇതിനെക്കുറിച്ചുള്ള അറിവ് അവരെ സഹിക്കാൻ പ്രാപ്തരാക്കി തീർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് സഹനം കുറവാണ്. കോടതികളും വക്കീലന്മാരും ധാരാളമുള്ളത് കൊണ്ട് ആരും ഒന്നും സഹിക്കാൻ തയ്യാറാകുന്നില്ല. വക്കീലിനോട് പറഞ്ഞാൽ നഷ്ടപരിഹാരം മേടിച്ചു തരാനുള്ള സംവിധാനം വക്കീലന്മാർ ശരിയാക്കി തരും. പക്ഷേ നഷ്ടപരിഹാരം കിട്ടുകയല്ല, കാശ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് ചില വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. എത്രയോ നിസ്സാര കാര്യങ്ങൾ കോടതികളിലേക്ക് പോവുകയും സമയവും അധ്വാനവും പണവും ചെലവഴിക്കുകയും ചെയ്തിട്ടും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാത്ത എത്രയോ പേരുണ്ട്. എന്നാൽ ബൈബിളിൻ്റെ പാഠം, ദൈവജനത്തിൻ്റെ പാഠം, കർത്താവിൻ്റെ പഠിപ്പിക്കൽ സഹനത്തിൻ്റെ പാതയാണ്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് സാധ്യമല്ല. ഇന്നത്തെ കുട്ടികളെ നോക്കൂ, പണ്ടത്തെ കുട്ടികളെ പോലെ ഒന്നും സഹിക്കുകയില്ല. ടോളറൻസ് ലെവൽ വളരെ കുറവാണ്. ഒരു വീട്ടിൽ ഒരു കുട്ടി എന്ന കണക്കായപ്പോൾ ഒന്നും സഹിക്കാൻ പറ്റാത്ത നിലയായി. 8 പിള്ളേരുള്ള വീട്ടിൽ 8ഉം കൂടെ തമ്മിലടിക്കുമ്പോൾ അവർ സഹനം പഠിക്കുകയാണ്, അവർ ക്ഷമ പഠിക്കുകയാണ്, അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ്, അവർ പങ്കുവയ്ക്കാൻ പഠിക്കുകയാണ്. എന്തെങ്കിലും അല്പാഹാരമുള്ളത് 8 പേരൂടെ കഴിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉള്ളതിനാൽ പങ്കുവയ്ക്കാനും അവർ പഠിക്കുന്നു. ഇതിലൂടെ ഒരു സഹനത്തിൻ്റെ പാത അവർ മനസ്സിലാക്കുന്നു. എന്നാൽ ഇന്ന് സഹനം വളരെ ബുദ്ധിമുട്ടാണ്. ദൈവമക്കൾ ഒരു കാര്യം ഇന്ന് രാവിലെ ധ്യാനിക്കുന്നത് നല്ലതാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിയാമോ? സ്വർഗത്തിലെ സമ്പത്തിനെ പറ്റി ഒരു ബോധ്യമുണ്ടോ? ഒരു തിരിച്ചറിവുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നഷ്ടങ്ങൾ സഹിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് രാവിലെ ഈ വചനം നിങ്ങളുടെ ചെവിയിലെത്തുമ്പോൾ നിങ്ങളൊരു സഹനത്തിൻ്റെ വക്കത്താണോ നിൽക്കുന്നത്? എന്തെങ്കിലും ചിലത് സഹിച്ചുകൊണ്ടിരിക്കുകയാണോ? സഹിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണോ? എങ്കിൽ ഈ ദൂത് വിശ്വസിച്ചേറ്റെടുക്കുക. ഇത് ഞാൻ സഹിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടെ എനിക്ക് സമ്പത്ത് ഉണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ദൈവജനത്തിന് ഇന്ന് ഈ സ്പെഷ്യൽ ദൂത് കൈമാറുവാനിടയാക്കിയതുകൊണ്ട് സ്തോത്രം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. അത് ഞങ്ങളെ സഹിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.